ഈ പറഞ്ഞ പോലെ തന്നെ ന്യായീകരണം അല്ലെങ്കിൽ ഇനി വിശദമായി പരിശോധിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്ത് നടപടിയായിരിക്കും ഇനി വരിക എന്ന് തന്നെയല്ലേ അറിയേണ്ടത്? അതായത് ഈ യോഗത്തിൽ പങ്കെടുത്തത് റവന്യൂ മന്ത്രി വി എൻ വാസവനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി, ഒപ്പം ജില്ലാ കളക്ടർ, DIG, ജില്ലാ പോലീസ് മേധാവി പങ്കെടുത്തില്ല, ക്ഷമിക്കണം, DIG ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അത് പ്രിൻസിപ്പാളും അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. യോഗം എന്നതിനപ്പുറത്തേക്ക് ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നതാവും കുറച്ചുകൂടി ശരിയെന്ന് തോന്നുന്നു. കാരണം മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഇവിടെ എടുത്ത തീരുമാനങ്ങൾ, ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു, മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത്. കാരണം രാവിലെ മുതൽ തന്നെ മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും മുഖ്യമന്ത്രി 2 പരിപാടികളുണ്ടായിരുന്നു. ആ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോഴാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടെയുള്ള ഒരു കൂടിക്കാഴ്ച കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി നേരെ അടുത്ത, അതായത് സയൻസ് സിറ്റി, കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടന സ്ഥലത്തേക്കാണ് മുഖ്യമന്ത്രി പോവുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന കളക്ടറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഈ സംഭവത്തിൽ റിപ്പോർട്ട് നൽകുമെന്നാണ്. നാളെ അന്വേഷണം ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് അപകടം നടന്നു, നാളെ രാവിലെയാണ് ഇനി അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം പ്രതികരണം നടത്താം, അല്ലെങ്കിൽ അതിനുശേഷം നടപടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ചിന്തിച്ചാൽ പോലെ എന്നുള്ള കാര്യമാണ് മന്ത്രിമാരടക്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. രാവിലെ മുതൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പലവിധ ന്യായീകരണങ്ങൾ കിട്ടുന്നു. പക്ഷേ ഈ ന്യായീകരണം, ഒരു തരത്തിലുള്ള ന്യായീകരണങ്ങൾക്കും ഒരു മാർഗമില്ലാത്ത, അല്ലെങ്കിൽ ന്യായീകരണങ്ങൾക്ക് വകയില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരുന്നത്. അതായത് 2 ഒരു ബലക്ഷ്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും 2 ബാത്റൂമുകൾ അടച്ചപ്പോൾ ആ 3ാമത്തെ നിലയിലെ ശൗചാലയം അതുകൂടി അടച്ചിരുന്നെങ്കിൽ, ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മരണമോ പരിക്കോ ഈ സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബലക്ഷ്യമുള്ളതുകൊണ്ട് 2 നിലകളിലെ ബാത്റൂമുകൾ അടച്ചു. അത് വളരെ അതിനുള്ളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ പഴയ സാധനങ്ങളെ കൊണ്ടിട്ടു. പക്ഷേ ഒരു നിലയിൽ ബാത്റൂം പ്രവർത്തിച്ചു. അതായത് 2 നിലയിൽ എത്തുന്ന ബലക്ഷ്യം 3ാമത്തെ നിലയിൽ എത്തുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കാം. അത് ഒരു പ്രത്യേകവാദമായിരിക്കും. അത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും അതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ 3ാമത്തെ നിലയിലേക്ക് അത് പ്രവർത്തിക്കാതിരുന്നെങ്കിൽ, രോഗികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ ആ ഒരു ദുരന്തമോ അപകടമൊക്കെ ഒഴിവാകാമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു. ആ കുടുംബത്തിന് നഷ്ടമാണ് എന്നുള്ളതാണ്. മറ്റാർക്ക് എന്ത് നഷ്ടം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്ന കുടുംബത്തിന് എന്നുള്ളതിന് ഒപ്പം തന്നെ കാര്യം അറിയിക്കട്ടെ. ബിന്ദുവിന്റെ സംസ്കാരം നാളെ രാവിലെ 11 മണിക്കായിരിക്കും നടക്കുക. വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. രാവിലെ 7 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകളുടെ ചികിത്സാർത്ഥമായിരുന്നു ബിന്ദുവും ഭർത്താവും ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്നാൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിമാറി എന്നുള്ളതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തം, ഒരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് അവരെ എത്തിച്ചതിൻ്റെ ഒരു അനാസ്ഥ നമ്മുടെ സർക്കാരിന് തീർച്ചയായിട്ടും അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അവിടെ ഉണ്ടായിട്ടുള്ള അനാസ്ഥ, പഴക്കമേറിയ ഒരു കെട്ടിടമാണ്. പക്ഷേ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് കൂട്ടിരിപ്പുകാരടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം നൽകേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമില്ലേ? അത് കൃത്യമായിട്ടൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്ന്, ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നില്ല. അഖിൽ തുടരുന്നുണ്ട്. അഖിൽ, ഈ ബിന്ദുവിൻ്റെ മകളുടെ ചികിത്സാർത്ഥമായിരുന്നു അവിടെ എത്തിയിരുന്നത് ബിന്ദു. ഇതിപ്പോൾ നവമിയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്താണ് മനസ്സിലാക്കുന്നത്? കുട്ടിയുടെ ആരോഗ്യനില അടക്കമുള്ള കാര്യങ്ങൾ എന്താണ്? ഈ കുടുംബം ഇപ്പോൾ അവിടെ തന്നെയുണ്ടോ? നാളെ രാവിലെ ആയിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. വീട്ടുവളപ്പിൽ, തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏറ്റവും കൂടുതൽ സാധാരണക്കാരെത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഏറ്റവും സാധാരണക്കാരൻ്റെ ആശ്രയമാണ് മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവല്ലയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെയുള്ള രോഗികൾ ഏറ്റവും അത്യാഹിതത്തിലുള്ള, ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള, ചികിത്സിക്കാൻ പണം പോലും ഇല്ലാത്ത സാധാരണക്കാർ. ഇപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വീടിൻ്റെ പണി പോലും പൂർത്തിയായിട്ടില്ല. ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലാണ് ഈ ദുരിതം എന്ന് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞെട്ടൽ. അവിടെയുള്ള അവസ്ഥകളിൽ അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നും പരാതി പറയാത്തവരാണ് മിക്കവരും. പക്ഷേ നമ്മൾ അടുത്തിടെയൊക്കെ കണ്ടതാണ് ചില ആശുപത്രികളുടെ സീലിംഗ് ഇളകി വീഴുന്നു, ഫാൻ ഇളകി വീഴുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ, ഒരുപക്ഷെ തള്ളിക്കളയാം എന്ന് കരുതുന്നുവെങ്കിൽ പോലും അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളാണ്. അടിസ്ഥാന സൗകര്യമാണ്, ജനങ്ങൾക്ക് നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിലാണ് വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. രോഗമുള്ളവർ
ഏറ്റവും ഗുരുതരമായ രോഗമുള്ളവരാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടുത്തെ സൗകര്യങ്ങളിൽ ഒക്കെ നേരത്തെയും വാർത്തകൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും പഴക്കമേറിയ കെട്ടിടങ്ങൾ ഈ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള പഴക്കമുള്ള കെട്ടിടങ്ങൾ അതിൻ്റെ ഫിറ്റ്നസ് ഉൾപ്പെടെ പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കുണ്ടോ, അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഈ ഘട്ടത്തിൽ സംശയം വരികയാണ്. അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സംസ്ഥാനത്തുടനീളമുള്ള ആശുപത്രികളിൽ ഇപ്പോൾ പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട്. ഒരു വശത്ത് ആരോഗ്യ മേഖലയെ നമ്മൾ ഒന്നടങ്കം ആക്ഷേപിക്കുകയല്ല. പക്ഷേ ഒരു വശത്ത് കെട്ടിടങ്ങളുടെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്, പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, ഇത്തരത്തിൽ അനാസ്ഥയുള്ള ഭാഗങ്ങൾ ഒക്കെ പരിശോധിക്കാൻ ഒരു ഫിറ്റ്നസിന്റെ ഭാഗമായി എന്തെങ്കിലും പരിശോധന നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? അതായത് ഈ കെട്ടിടം 2013 ലക്ഷ്യമുണ്ടെന്ന് കണ്ടെത്തിയതാണ്. അതിനുശേഷം മന്ത്രി 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുകയും ചെയ്തതാണ്. ഈ 31-ാം തീയതിക്ക് മുൻപായി പൂർണ്ണമായും ഈ ഷിഫ്റ്റിംഗ്, അതായത് ആ കെട്ടിടത്തിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഓപ്പറേഷൻ ബ്ലോക്ക് പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അതായത് ആ കെട്ടിടം എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് തുടങ്ങിയ കാലത്തുള്ള ഒരു കെട്ടിടമാണ്. അത്രയും പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്. അത് 2013 പലയിടത്തും ബലക്ഷയം കണ്ടെത്തുകയും ചെയ്തത്. ആ കെട്ടിടത്തിന്റെ ഷിഫ്റ്റിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് അതിദാരുണമായ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവുന്നു എന്നതാണ്. പക്ഷേ അതിലുള്ള ചില വീഴ്ചകൾ, അതായത് ഈ ബാത്റൂമിൽ ബലക്ഷയമുണ്ട് കണ്ടെത്തിയപ്പോൾ 2 നിലയിൽ അടച്ചിട്ടതിന് ശേഷം 3ാമത്തെ നിലയിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും ഈ കെട്ടിടത്തിൽ നിന്നുള്ള ആളുകളെ പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇനി അന്വേഷണം നടക്കുന്ന അന്വേഷണത്തിലായിരിക്കും ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ സ്ഥലത്തിൽ വീഴ്ചകൾ സംഭവിച്ചു എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള ആളുകളെ, അതായത് 6 ബ്ലോക്കുകളാണ്, 6 ബ്ലോക്കുകളിൽ നിന്ന് 350ഓളം വരുന്ന ആളുകളെ പൂർണ്ണമായും ഈ പുതിയ മറ്റ് ബ്ലോക്കുകളിലേക്ക് മാറ്റും. നിലവിൽ 3 ബ്ലോക്കുകൾ ആളുകളെ മാറ്റിയിട്ടുണ്ട്. 6 ബ്ലോക്കുകളിലെ ആളുകളെ പൂർണ്ണമായും പുതിയ കെട്ടിടം പണി പൂർത്തിയായിട്ടുള്ള പുതിയ സർജറി ബ്ലോക്കിലേക്ക് മാറ്റുമെന്നുള്ള കാര്യമാണ്. അവിടെയുള്ള ചെറിയ ക്ലീനിങ് പ്രവർത്തികൾ പൂർത്തിയാക്കിയാൽ ഈ ആളുകളെ മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റും. സർജറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ചികിത്സകളോ ഒന്നും തന്നെ മുടങ്ങില്ല. അത് മറ്റ് സർജറി ബ്ലോക്കുകൾ, അതായത് ഈ പ്രധാന ന്യൂറോയുടെ സർജറി ബ്ലോക്കിൽ നിന്നും മറ്റ് സർജറി നടക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് അവിടെ തന്നെ നിർത്തി ആ സർജറികൾ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഒരു സഹകരണത്തോടു കൂടി ആ സർജറികളൊക്കെ തന്നെ നടക്കും എന്നുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അല്പ മാധ്യമങ്ങളെ കണ്ട സമയത്തൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ അന്വേഷണം ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. കാരണം രോഗികൾക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ കെട്ടിടം തകർന്നത് മാത്രമല്ല, അതിനുശേഷം ഈ രോഗികളോട് ഡിസ്ചാർജ് വാങ്ങി പൊക്കോളാൻ പറഞ്ഞ ചില ഡോക്ടർമാരുണ്ട്. അവർക്കെതിരെയും കൃത്യമായ നടപടി വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു സംഭവം നടക്കുമ്പോൾ, അതിദാരുണമായി ഈ വിഷയം നടക്കുമ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള നടപടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഡോക്ടർമാർ രോഗികളോട് പറഞ്ഞിരുന്നത് ആ സമയത്ത് തന്നെ ഏകദേശം 2 മണി ഒരു സമയത്താണ്, 1 മണിക്കാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നത്. ആ 2 മണി സമയത്താണ് ഇത്തരത്തിലൊരു പ്രതികരണം ഡോക്ടർമാരുടെ ഭാഗത്തുണ്ടാകുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ്. അതിൽ അച്ചടക്ക നടപടി ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അത് ആ രീതിയിലല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്, മെഡിക്കൽ കോളേജിലെ പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആ കെട്ടിടത്തിന് വിഷയം കൊണ്ട് പ്രവർത്തകനെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. എങ്കിൽ പോലും അത് ആ രീതിയിലല്ല.